നമസ്കാരം. ബി കെ ബൂമിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പിനാക്കിൾ പോയിന്റിലാണ് നിൽക്കുന്നത്. പിനാക്കിൾ പോയിന്റ് എവിടെയാണെന്ന് അറിയണ്ടേ? പിനാക്കിൾ പോയിന്റ് അഞ്ചലിനും തടിക്കാടിനും അടുത്ത് ഉള്ള കൊല്ലത്ത് അഞ്ചലിനും തടിക്കാടിനും അടുത്തുള്ള സ്ഥലമാണ് പിനാക്കിൾ പോയിന്റ്. വളരെ അതിമനോഹരമായിട്ടുള്ളൊരു പോയിൻ്റാണ്, ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് നോക്കാം ഇല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ, ഇത് പിനാക്കിൾ പോയിന്റ് തുടങ്ങാൻ പോകുന്ന ഒരു പോർഷനാണ്. ഇതാണ് നമ്മുടെ പിനാക്കിൾ പോയിന്റ് ബോർഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നില്ലേ? എൻ്റെ വണ്ടി അവിടെ ആ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നതാണ്. കാരണം മുമ്പ് എനിക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇത്തരം മരങ്ങളൊന്നുമില്ല. ഈ കാണുന്ന മരങ്ങൾ, ചെറിയ ചെറിയ മരങ്ങളുണ്ട്, തേക്കിൻ്റെ ആയാലും ശരി, അങ്ങനെ മരങ്ങളൊന്നും എല്ലാം ഒരു എന്താ പറയുക, വളരെ ക്ലീനായി കിടക്കുന്ന ഒരു പുരയിടമായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം എന്താണ് പിനാക്കിൾ പോയിന്റ് എന്ന് കാണാം. നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റുണ്ട്. നിങ്ങൾക്കിത് എൻ്റെ വോയിസ് കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഡബ്ബേണ്ടി വരും. എന്തൊക്കെയാലും ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത വോയിസ് എല്ലാം കാറ്റ് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിലുണ്ടല്ലോ, ഈ മരങ്ങൾ അടുത്ത കാലത്ത് നട്ട് വളർത്തിയ മരങ്ങളാണ്. അപ്പം മുൻപൊന്നും ഞാൻ വരുമ്പോൾ ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ പ്ലെയിനായിട്ട് നല്ല വിശാലമായിട്ട് വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. ഈ മരങ്ങൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടണമെന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വരിക. ഞാൻ ഇതിൻ്റെ മാപ്പ് ഉണ്ടല്ലോ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇവിടെ റീച്ച് ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞാൽ തടിക്കാട് ജംഗ്ഷനിലേക്കുള്ള റോഡാണ്. ഈ റോഡ് നേരെ എത്തുന്നത് തടിക്കാട് ജംഗ്ഷനിലേക്കാണ്. പിന്നെ ഈ റോഡ് എത്തുന്നതെന്ന് വെച്ചാൽ അഞ്ചൽ പുനലൂർ റൂട്ടിലാണ്. അഞ്ചൽ ടു പുനലൂരിലോട്ട് പോകുന്ന ആ റോഡിൻ്റെ ഒരു ഇടഭാഗത്താണ് ഈ റോഡ് വന്ന് കയറുന്നത്. പിന്നെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണല്ലോ 3 റിസർവ് ഫോറസ്റ്റുകളാണ്. ഒന്ന് നമ്മളുടെ തെന്മല റിസർവ് ഫോറസ്റ്റ്, ആ കാണുന്ന ഭാഗം മുഴുവൻ തെന്മല റിസർവ് ഫോറസ്റ്റാണ്. പിന്നെ അതിൻ്റെ അടുത്തത് കോന്നി റിസർവ് ഫോറസ്റ്റ്, പിന്നെ റാന്നി റിസർവ് ഫോറസ്റ്റ്. ഈ 3 റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു നിരയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലനിരകൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. ഞാൻ മുമ്പൊക്കെ വരുമ്പോഴത്തേക്ക്, മുമ്പല്ല ഇപ്പോഴായാലും, അവിടെ കൈതച്ചക്ക, തെങ്ങ്, കപ്പ, പിന്നെ റബ്ബർ, അങ്ങനെ ഒരുപാട് കൃഷികളാണ് അവിടെ മൊത്തം. അപ്പം നല്ലൊരു ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബോർഡറിൽ അവർ വേറെ എന്തൊക്കെയോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. റബ്ബറുണ്ട്, പിന്നെ തേക്കുണ്ട്, എല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഭംഗിയും കാട്ടി ഒരു 10 ഇരട്ടി ഭംഗിയുണ്ട് രാവിലത്തെ ഒരു സൂര്യോദയം എന്ന് പറയുന്ന ഒരു വ്യൂ. സൂര്യോദയവും ചന്ദ്രോദയവും, ഈ 2 ഉദയങ്ങൾ ഇവിടെ നിന്ന് വീക്ഷിക്കാൻ വളരെ അതിഗംഭീരമാണ്. അത് വാക്കുകളിലൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല. കാരണം ഈ വൈഡായിട്ട്, കാരണം എൻ്റെ ക്യാമറയിൽ അത്രയും വൈഡായിട്ട് എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ളൊരു ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത്രയ്ക്കും വിശാലവും അത്രയ്ക്കും വളരെ എന്താ പറയുക, ഹൃദ്യവുമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ മൂൺ റൈസിങ്ങും സൺ റൈസിങ്ങും ഇവിടെ നിന്ന് കാണുന്നത്.
പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വളരെ നല്ല സമയമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പിനാക്കിൾ പോയിൻ്റിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് വന്ന് ഈ ഒരു വൈഡ് ആംഗിളിലുള്ള ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗിലോ ഈവനിങ്ങിലോ സൺറൈസ് ആൻഡ് മൂൺ റൈസ് ഈ ഒരു 2 ടൈമിൽ വരുന്നതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് മലമേൽ നാടുകാണിപ്പാറ എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത്. അപ്പോൾ ഉടനെ കാണാം. ഗുഡ് ബൈ.